തോറ്റപ്പോ ടീം ശരിയായില്ല. ഇതാ സാരി നൂല് അല്ല നൂല്, വേറെ നൂലുണ്ട്. ഓക്കെ, ഇന്നിങ് ക്യാപ്റ്റൻ റോബിൻ ബേബിയോടൊപ്പം ഞങ്ങളുടെ ടീം, തോറ്റ ക്യാപ്റ്റനോടൊപ്പം പപ്പനോടൊപ്പം ബാക്കിയുള്ള ആൾക്കാർ. ഓക്കെ ഫ്രണ്ട്സ്, താണ്ടെ ഭാര്യയും ഭർത്താവും ദമ്പതികൾ ഒരുമിച്ച് വലിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കി. രണ്ടുകൂടെ ഇരിക്കുന്നു നോക്കി. ഇച്ചിരി വെള്ളം എന്തെങ്കിലും കൂടി, തണുത്ത വെള്ളം കാണാൻ കൊടുക്കാം. അടുത്ത ഗെയിം തുടങ്ങാറായി. കമോൺ ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓണാഘോഷം ഈ പറയുന്ന തിരുവോണ സദ്യ എല്ലാം കഴിഞ്ഞു. എല്ലാവരും 1.25 മണിക്കൂർ വിശ്രമം കഴിഞ്ഞ് നമ്മളെല്ലാവരും താഴെ നമ്മളെ കടവിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പം അടുത്ത നമ്മൾ പല പല ഓണക്കളികളുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പം ആദ്യം നമ്മുടെ കൂട്ടത്തിലുള്ള വനിതകളുടെ സ്പൂണിൽ നാരങ്ങയും കൊണ്ടുള്ള ഓട്ട മത്സരമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആളെണ്ണം കൂടുതലാണ്, സ്പേസ് കുറവായതുകൊണ്ട് 4 പേരെ വെച്ച് നമ്മൾ 2 സെക്ഷനായിട്ട് പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് അഭിരാമി, രഞ്ജു, അന്നമോള്, ലിജി. അപ്പോൾ ഇവർ 4 പേരാണ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്കിതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുക, അവിടെ നമ്മുടെ ആ ഒരു ലൈൻ ഒന്ന് കാണിച്ചു കൊടുത്ത് ആ ലൈനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അതിൽ കാല് വെച്ച് തട്ടിയിട്ട് വേണം തിരിച്ച് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ ആദ്യം എത്തുന്നോ, സ്പൂണിൽ നാരങ്ങയുമായിട്ട് ആരെത്തുന്നോ അവരാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം. ആ 2 പേരെയും കൂടെ ചേർത്താണ് അടുത്ത സെക്ഷനിൽ നമ്മൾ ജയിക്കുന്ന 4 പേരോട് വെച്ച് ഫൈനലിൽ ഇതാക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ നിങ്ങളെല്ലാം? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങളൊക്കെ എന്താണെങ്കിൽ ഓർക്കത്ത് നീക്കുന്നത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, റെഡി റെഡി അപ്പം അതിനകത്ത് ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റിൽ രഞ്ജു, അന്ന. അപ്പൊ അടുത്ത സെക്ഷൻ 4 പേരാണ്. അത് 4 പേരും കൂടെ, ഒന്ന് മോഹനായും കൂടെ ചേർന്നാണ് 4 പേര്. അപ്പൊ ഇതിൽ 2 വിന്നേഴ്സ് വരുന്ന കൂടെ ചേർത്താണ് നമ്മുടെ ഫൈനലിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പങ്കെടുക്കുന്നത് ഒന്ന് ലീബ, ഒന്ന് റോഹു, ഒന്ന് സ്മിത, ഒന്ന് ഹരിപ്രിയ. ഓക്കെ, റെഡി ഗെറ്റ് ഇതിനകത്ത് ഇപ്പൊ 2 പേര് ഞാൻ അവിടെ ഉണ്ടെന്ന് അവിടെ വരെ പോയിട്ടല്ലേ പിടിച്ച അനുപ്രിയ, ലീബ, ഇവർ 2 പേരുമാണ് ഇതിനകത്ത് വിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനലിലേക്കാണ്. ഫൈനല് മത്സരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിനകത്ത് നിന്ന് ആരൊക്കെയാ? ഒന്ന് രഞ്ജു, ഒന്ന് അന്നമോള്. ഇപ്പൊ ഇതിനകത്ത് ഹരിപ്രിയ, ലീബ. ഓക്കെ, ഇത് കൈയടിച്ച് പ്രോത്സാഹിച്ചോളൂ. ഇവരെല്ലാം ഉറക്കം ഇതെല്ലാം. ഓക്കെ, ഓക്കെ, റെഡി നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ വനിതകളുടെ സ്പൂണിൽ നാരങ്ങയുള്ള ഓട്ട മത്സരം കഴിഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് രഞ്ജു, സെക്കൻഡ് ഹരിപ്രിയ. ഓക്കെ, 2 പേരെ നമ്മൾ വിന്നറാക്കി. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുരുഷ വിഭാഗമാണ്. അതിനകത്ത് 3 പേര് വെച്ചാണ് മത്സരിക്കുന്നത്. 3 പേരെന്ന് പറയുമ്പോഴത്തേന് ഒന്ന് ജോബി, പൊപ്പൻ, റോയ്. ഓക്കെ, റെഡിയാണോ? റെഡി അപ്പൊ ഇതിനകത്ത് റോയിയുടെയും പൊപ്പന്റെയും 2 പേരുടെ മിസ്സായിരിക്കുകയാണ്. ഒരാളെ മാത്രമാണ് വിന്നർ വന്നിരിക്കുന്നത്, ജോബി. ഓക്കെ, അടുത്തതായി നമ്മുടെ പുരുഷ വിഭാഗത്തിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അതിൽ വിന്നർ ആയിരിക്കുന്ന ജോബിയാസനാണ്. സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കാൻ വരുന്നത് നിഹാസിക്ക, റോബിയാസൻ, രാജേഷ് അണ്ണൻ. ഇവർ 3 പേരാണ് മത്സരിക്കുന്നത്. അപ്പം റെഡിയാണോ? 3, 2, 1 സ്റ്റാർട്ട്. അതില് രണ്ടാമത്തെ റൗണ്ടിൽ അവരാരും
വിജയിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഇതിന്റെ വിജയായിട്ട് ജോബിയാസ് കഴിഞ്ഞ് ജോബിയാസം വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഓക്കെ ഓക്കെ അടുത്തത് അടുത്തത് ചരിത്രം കേട്ടിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഐറ്റം നമ്മൾ പോകാൻ പോകുന്നത് മെഴുകുതിരി ഓട്ടമാണ്. കത്തിച്ചോണ്ട് ഓടാനുള്ള ആൾക്കാരെല്ലാം മുന്നോട്ട് വാ, പെട്ടെന്ന് വാ. ഇപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കത്തിച്ച് അവിടെ വരെ പോയിട്ട് സിമ്പിളായിട്ട് അങ്ങ് തീർക്കാൻ അത് പറ്റത്തില്ല. പോയിട്ട് വളരെ നല്ല രീതിയിൽ ഇത് വളരെ സ്വസ്ഥമായിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ പ്രൈസ് ഉള്ളൂ. കമാൺ. ഓക്കെ, അതാണ് നമ്മുടെ നിബന്ധന. അപ്പോൾ എല്ലാവരും വരയ്ക്ക് വെളിയിലോട്ട് നിന്ന് വെളിയിലോട്ട്. ഓക്കെ, റെഡി. അപ്പം ദീപം 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 എന്ന് പറഞ്ഞ് അങ്ങ് നടന്നാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒന്ന് സ്മിത, അന്നമോള്, രഞ്ജു, ലിജിമോൾ, ഹരിപ്രിയ, അഭിരാമി, ലീബ. ഓക്കെ, റെഡി റെഡി റെഡി. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞ നിബന്ധന കറക്റ്റായിട്ട് അവർ പാലിച്ചു. ഫസ്റ്റ് പ്രൈസ് ലീബ, സെക്കൻഡ് പ്രൈസ് ഹരിപ്രിയ, തേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്മിത ഔട്ടാക്കിയിരിക്കുക. ഓക്കെ, അടുത്തതായി നമ്മുടെ പുരുഷ വിഭാഗത്തിന്റെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഓട്ടമാണ്. അപ്പം അതില് മത്സരിക്കാൻ വന്നത് രാജേഷ് അണ്ണൻ, നിഹാസിക്ക, ജോബി ആച്ചൻ, വിജോ ചാച്ചൻ, റോബി ആച്ചൻ, റോയി ചാച്ചൻ, പപ്പയണ്ണൻ. ഇവര് മോനായി ഉണ്ട്. ഇത്രയും പേരുമാണ് മത്സരിക്കാൻ പോകുന്നത്. റെഡിയാണോ? ഓക്കെ, റെഡി സെറ്റ് ഗോ. ഫസ്റ്റ് ഈ മത്സരത്തിൽ ഫസ്റ്റ് ജോബി ആസൻ, സെക്കൻഡ് നിഹാസിക്ക. അതാണ് മത്സരത്തിൽ വിന്നർ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് ഫൈനലി നമ്മൾ അടുത്ത സൂചിയിൽ നൂലുകെർപ്പ് മത്സരമാണ്. അപ്പം ലൈറ്റിങ്ങിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൺ സൈഡ് മാത്രമാണ്. നേരത്തെ നമ്മൾ അവിടെ പോയി തിരിച്ചു വരുന്നതാണ് ചെയ്തിരുന്നത്. അപ്പം ഓൺ സൈഡ് അവിടെ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ലിജി, ലീബ. ഓക്കെ, എല്ലാവരും റെഡിയാണോ? സാരി നൂല് അല്ല, നൂല് വേറെ നൂല്. ഓക്കെ ഓക്കെ, അന്ന 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 ഓക്കെ. സെക്കൻഡ് ഇട്ടെന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, ഫസ്റ്റ് ലിജി, സെക്കൻഡ് ഹരിപ്രിയ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തായിട്ട് വനിതകളുടെ സൂചിയിൽ നൂലുകൊടുപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം അടുത്ത പുരുഷന്മാരുടെ സൂചിയിൽ നൂലുകൊടുപ്പ് മത്സരം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ നിൽക്കുന്നവര് പപ്പണ്ണൻ, റോയി ചാച്ചൻ, റോബി ആച്ചൻ, കണ്ണാടമയായിട്ട് കുരുക്കുക, ജോബി ആച്ചൻ, വിജോ ചാച്ചൻ, നിഹാസിക്ക, രാജേഷ് അണ്ണൻ. ഇത്രയും പേരാണ് പങ്കെടുക്കാൻ. Get set go. റോബി കൊരുത്തി വെച്ചിരുന്നേ ആരും വന്നിട്ടില്ല ഇതുവരെ ആരും വന്നിട്ടില്ല. കൊടുത്തോണ്ടിരിക്കുക. വേഗം കിട്ടിയാ ഫസ്റ്റ് വിജയ
കണ്ണ് കാണാൻ പറ്റാതെ ഫസ്റ്റ് ബിജോ ചാച്ചൻ. ഫ്രണ്ട്സ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടായി പോയി. ആ ഇരുട്ടത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിന്നർ ആവേണ്ടിയായിരുന്നു. പക്ഷേ ഇരുട്ടായത് കൊണ്ട് മാത്രം എന്നെ ഇവരെല്ലാം കൂടെ പറ്റിച്ച് കൊടുത്തു. അവർ കൊടുത്തില്ലെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്നെ അവർ ഫൗളാക്കി വെളിവിട്ട് ഒന്നാം സമ്മാനം വിജോയ്ക്ക് കൊടുത്തെന്നൊക്കെ പറയുന്നു. അത് ഓക്കെ, ഇനി എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ട് ഇവിടെ ഇനി മത്സരം തുടരുന്നില്ല. നമ്മളെ വീടിന്റെ മേളിൽ ഇനി അടുത്ത ലൈറ്റിംഗ് ഇല്ല. അതുകൊണ്ട് എന്നെ ഇനി ഇപ്പൊ പറ്റിച്ചാണെങ്കിൽ ഇനി ആരെയും പറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ വാർപ്പിന്റെ മണ്ടയിലേക്ക് നമ്മുടെ ഗെയിം മാറ്റുവാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മേളിലേക്ക് കാര്യങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സമയം 7:15. എല്ലാവരും വളരെ ടയേർഡാണ്. രാവിലെ തുടങ്ങിയ പരിപാടികളാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി വടംവലിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ള ആൾക്കാരെ നമ്മൾ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കയറ്റാൻ പോവാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് 2 ടീമാക്കുന്നുണ്ട്. ഓക്കെ, അക്കത്തിക്ക് താഴെ വരുമ്പോ കല്ലേക്കൊത്ത് കരിക്കൊത്ത് ചീവെള്ളം താറാവെള്ളം താറാമക്കളുടെ കയ്യിൽ ഒരു ബാങ്കില്ലോ അങ്ങനല്ലേ? ആ വട്ടത്തിരുന്നോ. ഫ്രണ്ട്സ്, 2 ടീമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ക്യാപ്റ്റനായ റോബിൻ ബേബി നയിക്കുന്ന ഞങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തിട്ട് ഒന്ന് നിഗാസ്, രാജേഷ്, കാസർഗോഡ് വരെ ആരാധകരുള്ള രാജേഷ്, ഗോവയിൽ നിന്നും ബിജു, പിന്നെ ബാംഗ്ലൂരിൽ നിന്നും ലീബ, ലോക്കൽ അതോടൊപ്പം ക്യാപ്റ്റൻ റോബിൻ ബേബി. ക്യാപ്റ്റൻ സനൽ നയിക്കുന്നതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങളുടെ ടീമിലുള്ളത് അന്നമോളുണ്ട്, ജോബിയാസുണ്ട്, സ്മിത ചേച്ചി ഉണ്ട്, രഞ്ജിച്ച് ഉണ്ട്, ഞാനുണ്ട്, പപ്പനുണ്ട്. അത് തന്നെ ഹലോ ഗായ്സ്, എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, വടം ഞങ്ങൾ വലിക്കാൻ പോവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വടം വലിക്കാൻ പോവാണ്. എല്ലാം റെഡിയാണോ? വാശിയേറിയ രണ്ടാമത്തെ സെക്ഷൻ വടംവലി നടക്കുകയാണ്. ആദ്യത്തെ സെക്ഷനിൽ വിന്നിംഗ് ക്യാപ്റ്റൻ റോബിൻ ബേബിയോടൊപ്പം ഞങ്ങളുടെ ടീം, തോറ്റ ക്യാപ്റ്റനോടൊപ്പം പപ്പനോടൊപ്പം ബാക്കിയുള്ള ആൾക്കാർ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വളരെ വാശിയേറിയ വടംവലിയായിരുന്നു. ആ വടംവലിയിൽ ഞങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. തോറ്റ ടീം അവിടെ ഇരിപ്പുണ്ട്. തോറ്റ ടീം സെക്രട്ടറി ഉൾപ്പെടെ എല്ലാം തോറ്റ ടീം അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഇനി ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കേൾക്കാൻ സമയമില്ല. അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അടുത്തത് നമ്മുടെ കസേര കളി. ഓക്കെ, റെഡി ടു സ്റ്റാർട്ട് ഫ്രണ്ട്സ്. താണ്ടെ ഭാര്യയും ഭർത്താവും ദമ്പതികൾ ഒരുമിച്ച് വലിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കി. രണ്ടുകൂടെ ഇരിക്കുന്നു നോക്കി. ഇച്ചിരി വെള്ളം എന്തെങ്കിലും കൂടി, തണുത്ത വെള്ളം കാണാൻ കൊടുക്കാം. അടുത്ത ഗെയിം തുടങ്ങാറായി. കമോൺ ഗൈസ്.
സെക്രട്ടറി വേർതിരിക്കുന്നുണ്ടോ? വരും ഗെയിം, അടുത്ത ഗെയിം തുടങ്ങാതെ. തോറ്റതൊന്നും വിഷയമല്ല, തോൽവി ഒരു വിഷയമേ അല്ല. വാ, കമോൺ. തോറ്റ് പഴുക്കമായോ ക്യാപ്റ്റൻ. അപ്പൊ അത് അടുത്തതായിട്ട് നമ്മുടെ കസേരകളി, വാശിയേറിയ കസേരകളി മത്സരം തുടങ്ങാൻ പോണ. എല്ലാം റെഡിയാണോ? അപ്പൊ സോങ് പ്ലേ ചെയ്യട്ടെ. അപ്പോ റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാം റെഡി ആയിരുന്നേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ നമ്മുടെ അന്നമോൾ ഇത് ഔട്ടായിരിക്കുകയാണ്. അടുത്ത റൗണ്ട് ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു പെൺതരിയും ബാക്കി ആൺതരികളുമായിട്ടുള്ള മത്സരമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? Oh
അപ്പോൾ നമസ്കാരം. നല്ലൊരു ഓണാശംസകൾ നേരണം. എല്ലാവരും ഓണത്തിൻ്റെ ഒരു സമൃദ്ധിയിലാണ് എന്നെനിക്കറിയാം. അപ്പം ഫാമിലി ഫോർ എവർ വ്ളോഗ്സ് എൻ്റെ സുഹൃത്ത് റോബിനും രഞ്ജുവും ചേർന്ന് ചെയ്യുന്ന വിത്ത് ഫാമിലി ആയിട്ട് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു വ്ളോഗിങ് ചാനലാണ്. അപ്പോൾ ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സത്യത്തിൽ ഞാനും ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ചില തിരക്കുകൾ കാരണമാണ് ഞാനില്ലാത്തത്. എങ്കിലും ഞാൻ ഉള്ളപ്പോഴൊക്കെ ഓടിയെത്തും. വളരെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ചാനലാണിത്. വളരെ നാച്ചുറലായിട്ട് ഇതിൽ വേച്ചുകെട്ടുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ജീവിതത്തിൽ രസകരമായ നിമിഷങ്ങളാണ് ഇതിൽ നമ്മൾ വരച്ചു കാട്ടുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് വളരെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എനിവേ വൺസ് അഗെയിൻ ഹാപ്പി ഓണം ഓൾ ഓഫ് യു. ഓക്കെ. അപ്പം പക്ഷെ ഞങ്ങള് ഇത്രയും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓണം ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾ പ്രൊമോഷൻ ഞങ്ങൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും കൂടെ വേണം അല്ലേ? ഞങ്ങളുടെ ഓണം ഇപ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കത്തില്ല. കാരണം അടിപൊളിയായിരുന്നു. ദിവസം അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.